ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇതിഹാസം തീർത്തുകൊണ്ട് തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു വലിയ ചരിത്ര മുഹൂർത്തത്തിനാണ് ഇന്ന് പോർച്ചുഗലും അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള കളിയിൽ നമ്മൾ ഇന്നലെ വരെ വിമർശിച്ച കഴിഞ്ഞ കളിയിൽ ഒന്ന് തെല്ല് പോരായ്മ വന്നപ്പോൾ വിമർശനങ്ങളുടെ പേമാരി ഏറ്റുവാങ്ങിയ CR7 അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം ലോകകപ്പിൽ 6 പ്രാവശ്യം കളിച്ചിട്ടും എല്ലാ ലോകകപ്പിലും ഗോളടിച്ച ലോകത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഇതിഹാസ നായകനായി കാൽപന്ത് ചരിത്രത്തിന്റെ താളുകളിൽ അദ്ദേഹം തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് മക്കളെ, പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. ആ പ്രായത്തിന്റെ പേരിൽ ഒരു കളിക്കാരന്റെ സിദ്ധിയെ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതകരമായ മാന്ത്രികത തീർക്കുന്നവന്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ വരട്ടെ എന്നുള്ള ഒരു ശക്തമായ മെസ്സേജാണ് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 ഇന്ന് ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികൾക്ക്, അതോടൊപ്പം തന്നെ പ്രായം, അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളും നമ്മെ തളർത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരായ ആളുകൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് പ്രായം ഒരു നമ്പറാണ്. പ്രായം ആരെയും തോൽപ്പിക്കുകയില്ല. അവർക്ക് സിദ്ധിയുണ്ടെങ്കിൽ, അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അവർക്ക് പേശിബലമുണ്ടെങ്കിൽ, അവർക്ക് തന്ത്രമുണ്ടെങ്കിൽ വീണ്ടും ഒരു ധ്രുവനക്ഷത്രം പോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു വരാൻ സാധിക്കുമെന്നാണ് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തെളിയിച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി 6 ലോകകപ്പിൽ തുടർച്ചയായി 6 ലോകകപ്പിൽ പങ്കെടുത്ത് ആ 6 ലോകകപ്പിലും ഗോളുകൾ അടിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് CR7. കുട്ടികൾക്ക് ഇന്ന് 5 ഗോളുകൾ നേടി ഉസ്ബെക്കിസ്ഥാനെതിരെ ശക്തമായ ഒരു താക്കീത് നൽകിക്കൊണ്ട് ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എന്നുള്ള ഒരു മെസ്സേജ് നൽകാൻ ആദ്യത്തെ 6 മിനിറ്റിനുള്ളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലിൽ നിന്നും പിറന്ന ആ മാന്ത്രിക ഗോളാണ് കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6 മിനിറ്റ് കൊണ്ട് ഒരു മിന്നൽ പിണർക്കെ ഒരു ചീറ്റപ്പുലിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കിട്ടിയ ആ ബോളിനെ അദ്ദേഹം കൈകാര്യം ചെയ്ത് ആ വല കുലുക്കിയത്. അതിനുശേഷം ആ കളിക്കാർക്കൊക്കെയും, പോർച്ചുഗലിന്റെ കളിക്കാരുടെയൊക്കെ കളിയുടെ ദിശ മാറി, അവരുടെ കളിയുടെ ആ ഒരു വേഗത, ഊർജം, ശക്തി എല്ലാം വീണ്ടെടുത്തുകൊണ്ട് ആ പോർച്ചുഗൽ ടീം ഒറ്റ ടീമായി, ഒരൊറ്റ മനസ്സായി, ഒറ്റ ശരീരമായി മുന്നോട്ട് പോയപ്പോൾ 4 ഗോളുകൾക്ക് കൂടിയാണ് വീണ്ടും ആ ഉസ്ബെക്കിസ്ഥാന്റെ വല കുലിക്കാൻ പോർച്ചുഗൽക്കാർക്ക് സാധിച്ചത്. അതിൽ വീണ്ടും മിന്നൽ പിണർപ്പ് പോലുള്ള നമ്മുടെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഗോള് തന്നെയാണ്. അങ്ങനെ ഈ കളിയിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് അദ്ദേഹം മെസ്സി ഹാട്രിക് നേടി, അതോടൊപ്പം തന്നെ എംബാപ്പെ 2 ഗോൾ നേടി, ക്രിസ്ത്യാനോ റൊണാൾഡോയും 2 ഗോളുകൾ നേടിക്കൊണ്ട് എന്റെ കാലം കഴിഞ്ഞിട്ടില്ല, എന്റെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എന്താക്കേണ്ട, ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയണ്ട എന്ന താക്കീത് നൽകിക്കൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ലോക ഫുട്ബോളിന് തന്നെ, ലോകത്ത് വിമർശിക്കപ്പെടുന്നവർക്കും അതോടൊപ്പം തന്നെ തഴയപ്പെടുന്നവർക്കും നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരു കാലത്ത് നിങ്ങൾ പറ്റിയിരുന്നു, എന്നാൽ ഇനി നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവർക്ക് ഒരു ചുട്ട മറുപടി ആയിക്കൊണ്ട് നിങ്ങൾ ആരെയും വിമർശിക്കേണ്ട. ഒരു നിമിഷം മതി വിജയത്തിന്റെ കുതിപ്പിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ എന്ന ഒരു സത്യമായ ഒരു നേരായ സന്ദേശമാണ് ഇന്ന് CR7 ഈ കളിയിലൂടെ ലോകത്തിന് നൽകുന്നത്, ഫുട്ബോൾ പ്രേമികൾക്ക് നൽകുന്നത്, കാൽപന്തുത്സവത്തിന്റെ രാത്രികളെ പകലാക്കി മാറ്റുന്ന യുവാക്കൾക്ക് നൽകുന്നത്, ഈ കളിയുടെ വക്താക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് മെസ്സിയെക്കാളും, എംബാപ്പയെക്കാളും, റൊണാൾഡോയെക്കാളും, നെയ്മറിനേക്കാളും ഒക്കെ ഒരുപടി കളിയിലും അതോടൊപ്പം തന്നെ ഇച്ഛാശക്തിയിലും കാത്തിരിപ്പിലും മികവിലുമൊക്കെ
ഒന്നാം നമ്പറാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ കളിയിൽ അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാ ടീമിനെയും അതിജീവിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലെടുത്ത് മുത്തമിട്ടുകൊണ്ടായിരിക്കാം ഈ ലോകകപ്പിലൂടെ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മാന്ത്രികതയുടെ ഈ ഒരു പര്യവസാനം നടത്തുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം തന്നെ പരിശോധിക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് കളി കാണുമ്പോൾ കളി കണ്ട് കഴിഞ്ഞ് ഗോളടിച്ച് വരുന്ന അവരുടെ പോർച്ചുഗലിന്റെ ലൂയിസ് ഫിഗോ എന്ന് പറയുന്ന താരത്തെ കൈപിടിച്ചുകൊണ്ട് നിങ്ങളെക്കാൾ നല്ലൊരു താരമാകുമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് പിന്നീട് അദ്ദേഹം ലൂയിസ് ഫിഗോയുടെയൊക്കെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഈ കാൽപന്ത് കളിയുടെ മാസ്മരിക ലോകത്ത് ഒരു ഇതിഹാസമായി വളർന്നു വന്ന ചരിത്രമാണ് നമ്മുടെ CR7 ഉള്ളത്. അതുകൊണ്ട് CR7 തീയിൽ മുളച്ചതാണ്, അത് വെയിലത്ത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക റെക്കോർഡ് തുന്നിച്ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ കളി അദ്ദേഹം അവസാനിപ്പിച്ചത്. ഇനിയുള്ള കളിയിലും അദ്ദേഹത്തിന്റെ ശക്തമായ മുന്നേറ്റം, അദ്ദേഹത്തിന്റെ അതിവിദഗ്ധമായ കാൽപന്ത് കളിയുടെ ആ ഒരു മാസ്മരികത നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ലോകകപ്പിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് മുത്തമിടാൻ സാധിക്കും. അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കട്ടെ. പോർച്ചുഗൽ ടീമിന് ശക്തമായ പിന്തുണ CR7 നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലം എത്രയുമുള്ള കളി വൈഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കപ്പ് നേടുന്നതിന് വേണ്ടി അവർ CR7 ഉപയോഗിക്കണം. അദ്ദേഹത്തിന് വേണ്ടത്ര പാസുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് വേണ്ടത്ര ബോളുകൾ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ മാന്ത്രിക കാലുകളിൽ നിന്നും ഓരോ ഗോൾ പിറക്കുന്നത് കാണാൻ നമ്മൾ കാത്തിരിക്കുന്നു. നമുക്ക് ഇനിയും ദിവസങ്ങളോളമുണ്ട്. നമുക്ക് ആദ്യത്തെ കളിയുടെ ആദ്യ ഭാഗത്തിന്റെ ഫിനിഷിങ്ങിൽ മാത്രമാണുള്ളത്. ഇനിയും കളി ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് നോക്കൗട്ടുകൾ ബാക്കി നിൽക്കുകയാണ്. ആ കളിയുടെയൊക്കെ ഗാംഭീര്യം ഇനിയും റൊണാൾഡോയും മെസ്സിയും അതോടൊപ്പം തന്നെ നെയ്മറും എംബാപ്പയുമൊക്കെ ലുക്കാക്കുവുമൊക്കെ നമുക്ക് ഇനിയും അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.